ജെ.സി. ഡാനിയലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സെല്ലുലോയിഡ്. പൃഥ്വിരാജ് നായകനായ ചിത്രം നിരവധി പ്രശംസകളും അവാർഡുകളും വാരിക്കൂട്ടിയിരുന്നു. പൃഥ്വിരാജിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് സെല്ലുലോയിഡ്. പൃഥ്വിയോട് ആദ്യമായി സിനിമയെക്കുറിച്ച് പറഞ്ഞ അനുഭവം പങ്കുവയ്ക്കുകയാണ് കമൽ. ചിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജെ.സി. ഡാനിയലിനെക്കുറിച്ച് തനിക്ക് ശരിക്കും അറിയില്ലെന്നും താൻ ചെയ്താൽ കഥാപാത്രം ശരിയാകുമോ എന്നും പൃഥ്വി ചോദിച്ചെന്ന് കമൽ പറയുന്നു. പൃഥ്വിരാജിൻ്റെ അന്നത്തെ പ്രതിഫലം തനിക്ക് കൊടുക്കാൻ നിർവാഹമില്ലായിരുന്നുവെന്നും അത് പറഞ്ഞപ്പോൾ താരം ചിരിച്ചെന്നും കമൽ കൂട്ടിച്ചേർത്തു. കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അന്ന് പൃഥ്വിരാജിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജെ.സി. ഡാനിയലിൻ്റെ ബയോപിക് ചെയ്യാൻ പോകുന്നു. നിങ്ങളാണ് അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അത് കേട്ടപാടെ പൃഥ്വിരാജ് പറഞ്ഞു, അയ്യോ, അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് നന്നായി അറിയില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റായിട്ട് അടുത്തേക്ക് വരാമെന്ന്. ഞാൻ ചെന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ രാജു പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന്. അങ്ങനെ ഒരു മനുഷ്യനാണോ ജെ.സി. ഡാനിയൽ? ഞാനിത് ചെയ്താൽ റെഡിയാകുമോ എന്ന് പൃഥ്വി ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്താലേ ശരിയാവൂ. കാരണം ഇങ്ങനെയൊരു സിനിമ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സേ ഉള്ളൂ. അന്ന് പൃഥ്വിരാജിനും അതേ പ്രായമാണ്. അത്ര ആയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. രാജുവിനെ പോലൊരു ചെറുപ്പക്കാരൻ തന്നെ വേണമായിരുന്നു ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, പൃഥ്വിരാജ് അന്ന് തന്നെ നല്ല പൈസ വാങ്ങിക്കുന്ന ഒരു നടനാണ്. വലിയ ഹീറോയായി കഴിഞ്ഞിട്ടുണ്ട്. രാജു ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസ തരാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഈ സിനിമയുടെ നിർമ്മാതാവാണ്. എനിക്ക് വേറെ നിർമ്മാതാവില്ല. അതുകൊണ്ട് ഞാൻ തരുന്ന പണം വാങ്ങിക്കണം. അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. രാജു കുറേ നേരം ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, സർ, മൊത്തത്തിൽ എന്നെ അങ്ങ് പൂട്ടുകയാണല്ലേ എന്ന്. കമൽ പറയുന്നു.